1988 നവംബർ 9 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ കോളേജിൽ ഞാൻ അധ്യാപികയായി ജോയിൻ ചെയ്തു. ജൂനിയർ ലെക്ചറർ. ഇന്നലെ വരെ ഒരു വിദ്യാർത്ഥിയോ അപ്പുറം ഒരു തൊഴിൽ അന്വേഷകയോ ആയിരുന്ന ഞാൻ ഇന്ന് മുതൽ കോളേജ് അധ്യാപിക. എനിക്കത് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും, ധാരാളം ട്യൂട്ടോറിയലിലും മറ്റ് പ്രൈവറ്റായിട്ടും കുട്ടികൾക്കുമൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നല്ല ടെൻഷനായിരുന്നു. ഞാൻ എങ്ങനെ ഇത്രയും പ്രശസ്തമായ കോളേജിൽ ഇത്രയും സീനിയറായ മാത്തമാറ്റിക്സ് അധ്യാപകർക്കൊപ്പം, അതുപോലെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ ഉണ്ട്, പ്രഗത്ഭരായ പ്രശസ്തരായ ആചാര്യന്മാർക്കൊപ്പം അതേ കോളേജിൽ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനും എങ്ങനെ പഠിപ്പിക്കും, ഞാൻ പഠിപ്പിച്ചാൽ ശരിയാവുമോ, സക്സസ് ആവുമോ, എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം, ഇങ്ങനെയൊക്കെ പലതരം ചിന്താഗതികളിൽ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഏതായാലും ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ടൈം ടേബിൾ തന്നു, സിലബസൊക്കെ സംഘടിപ്പിച്ചു, പഠിപ്പിക്കാൻ തുടങ്ങി. പ്രീ ഡിഗ്രി, ഡിഗ്രി, PG ക്ലാസ്സുകൾ. പ്രീ ഡിഗ്രിയും എനിക്ക് ടെൻഷനില്ലായിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാവശ്യമായ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് പഠിപ്പിച്ചാൽ മതി. PG ക്ലാസ് അല്പം ടെൻഷനായിരുന്നു. കാരണം ഞാൻ PG പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ PG ടോപ്പിക്സ് നോക്കിയിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, പഠിച്ചിട്ടോ ഉപയോഗിച്ചിട്ടോ ഇല്ല. അപ്പോൾ അതൊക്കെ മറന്നുപോയോ, അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഏതായാലും എൻ്റെ ജീവിതത്തിൽ അധ്യയനം ആരംഭിച്ചു. സ്മൂത്തായിട്ട് തന്നെ ക്ലാസ്സുകളൊക്കെ പോയി, കുഴപ്പമില്ല. ഒരു പ്രീ ഡിഗ്രി ക്ലാസ് ആണെങ്കിൽ 60-ലധികം വിദ്യാർത്ഥികളുള്ള ജംബോ ക്ലാസ്സുകളാണ്. ഡിഗ്രിയും ഏകദേശം അതേപോലെയൊക്കെ തന്നെ നല്ല സ്ട്രെങ്ത് ഉണ്ട്, വലിയ കോളേജുമാണ്. PG വരുമ്പോൾ 10-20 കുട്ടികൾ മാത്രം. അത് നല്ല പ്രിപ്പയർ ചെയ്ത ആ ടോപ്പിക്ക് മെഷർ തിയറി ആയിരുന്നു, പഠിപ്പിക്കാനും പറ്റും. എന്നെ സംബന്ധിച്ച് നല്ല പ്രിപ്പറേഷൻ, പ്രീ ഡിഗ്രി ക്ലാസ് ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെ ഞാൻ ക്ലാസ്സിൽ പോകാറേ ഇല്ലായിരുന്നു. എത്ര സിമ്പിൾ സിലബസ് ആണെങ്കിലോ സിമ്പിൾ ടോപ്പിക് ആണെങ്കിലോ ഞാൻ പ്രിപ്പയർ ചെയ്ത് റെഡി ആയാൽ മാത്രം ക്ലാസ്സിൽ പോകാൻ തയ്യാറെടുത്തിരുന്ന, എങ്കിലേ ഞാൻ പോകാറുള്ളൂ ക്ലാസ്സിൽ. അങ്ങനെ ഒരു ശീലം, ഒരു ആത്മവിശ്വാസ കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കറിയത്തില്ല. ആത്മവിശ്വാസ കുറവ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നല്ല പ്രിപ്പയർ ചെയ്ത് വെൽ എക്വിപ്ഡായിട്ട് മാത്രമേ ഞാൻ എൻ്റെ സർവീസിൽ പഠിപ്പിക്കാൻ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. അങ്ങനെ ആ പ്രയാണം തുടർന്നു. അപ്പോൾ എൻ്റെ വീട് വർക്കലയ്ക്കടുത്തുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ലഗമൺ. അവിടെ വന്ന് ട്രെയിനിൽ ഞായറാഴ്ച വൈകിട്ട് തൃശ്ശൂരേക്ക് യാത്ര തിരിക്കും. തൃശ്ശൂരിൽ നിന്ന് ആലത്തൂർ, വടക്കാഞ്ചേരി, നെന്മാറ വഴി ചിറ്റൂരെത്തും ബസ്സിൽ. തെക്കൻ കേരളത്തിൽ നിന്ന് ധാരാളം അധ്യാപകർ ചിറ്റൂർ കോളേജിലേക്കുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ടീമായിട്ട് ഞങ്ങളങ്ങനെ വരും. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി ക്ലാസ് ടൈം ടേബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലാസ് എല്ലാം എടുത്ത് തീർത്തിട്ട് 3 മണിക്ക് കോളേജിൽ നിന്നിറങ്ങി തൃശ്ശൂർ എത്തി വേണാട് തിരിച്ച് വന്ന് കൊല്ലത്തോ വർക്കലയോ ഇറങ്ങി വീട്ടിൽ പോകുന്ന സിസ്റ്റം. എല്ലാ ആഴ്ചയും വീട്ടിൽ പോകും. തിരിച്ചു വരുമ്പോൾ രാവിലെ 5:30 തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സിൽ ചിറ്റൂർക്കുള്ള യാത്ര. നല്ല മനോഹരമായ സീനറിയും ഭൂപ്രദേശങ്ങളും ഒക്കെ കണ്ട് ഒന്ന് ഉറങ്ങി ഉണർന്നെത്തുമ്പോഴേക്കും ചിറ്റൂർ കോളേജ് എത്തിയിരിക്കും. പകല് അതികഠിനമായ ചൂട്, രാത്രി അസാധ്യ തണുപ്പ്. അപ്പോൾ കോളേജ് ഒരല്പം ഒരു പാടത്തിൻ്റെ അങ്ങേ കരയ്ക്കാണ് കോളേജ്. നമ്മൾ മെയിൻ റോഡ് കഴിഞ്ഞ് പാടത്തിൻ്റെ അങ്ങേ കരയ്ക്കാണ് കോളേജ് വരുന്നത്. അപ്പോൾ ഈ അതിവിശാലമായ പാടം നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്കതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ കൃഷി കഴിഞ്ഞാൽ ഉടൻ അവിടെ ചെമ്മരിയാടും കൂട്ടാനെത്തും. അതൊക്കെ നല്ല സീനറിയാണ് കാണാൻ. അതുപോലെ കോളേജിൻ്റെ പിറകുവശം ശോകനാശിനി പുഴ, അതിനപ്പുറം മലനിരകളാണ്, നെല്ലിയാമ്പതി മലനിരകളുടെ സീനറി.
പകല് തിളയ്ക്കുന്ന ചൂട്, രാത്രിയാവുമ്പോൾ അതിശൈത്യം. നമ്മളിങ്ങനെ നോക്കുമ്പോൾ വനത്തിൽ തീ ആളുന്നത് കാണാം, പകല് വാട്ടർഫാൾസ് കാണാം. അങ്ങനെ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ചിറ്റൂർ കോളേജിൽ ഞാൻ 2 വർഷം സേവനമനുഷ്ഠിച്ചു. കോളേജ് ഹോസ്റ്റലിൽ തന്നെയാണ് നമ്മുടെ താമസവും. ലേഡീസ് ഹോസ്റ്റലിൽ നമുക്ക് ധാരാളം അധ്യാപകർക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ സ്റ്റേ ചെയ്തിരുന്നു. അവിടുത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ ആ ക്യാമ്പസ് നിറയെ വേപ്പും നെല്ലിയും ആണ് അവിടുത്തെ പ്രധാനമായ വൃക്ഷങ്ങൾ. വരണ്ടുണങ്ങിയ ഭൂപ്രകൃതി, പകല് നല്ല ചൂട്, രാത്രി നല്ല തണുപ്പ്. അതുകൊണ്ട് തന്നെ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ, തലവേദന പോലെയുള്ളത് നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. എന്നാലും വെള്ളിയാഴ്ച തിരിച്ച് വീട്ടിലേക്കും ഞായറാഴ്ച അങ്ങോട്ട് കോളേജിലേക്കുമുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ടെലിഫോൺ സർവീസ് ഉള്ളത് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ്. ചിറ്റൂർ കോളേജിൽ അന്ന് ടെലിഫോൺ സർവീസ് ഉണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ ഇന്നും ഓർക്കുന്നു. 347 343+4 ഇങ്ങനെ ഓർത്തു വെച്ചിരുന്നു. 347 അന്നത്തെ ലാൻഡ് ലൈൻ നമ്പർ. ഇപ്പോൾ അതൊന്നും ആവശ്യമുണ്ടോ, ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ലാൻഡ് ലൈൻ ഒന്നും ഇപ്പം കാണത്തില്ല. അങ്ങനെ അന്നത്തെ ആചാര്യന്മാർക്കൊപ്പം, അന്നത്തെ പ്രശസ്തരും പ്രഗത്ഭരുമായ അധ്യാപകർക്കൊപ്പം ഞാനും ചിറ്റൂർ കോളേജിൽ എൻ്റെ ദിവസങ്ങൾ ആരംഭിച്ചു, എൻ്റെ അധ്യയനം ആരംഭിച്ചു, എൻ്റെ കരിയർ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ എന്നെ വിളിച്ചിളക്കി. അതെന്തിനാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.